കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ കെട്ടിടത്തിൽ നിന്നും കോൺക്രീറ്റ് കഷണം അടർന്നു വീണു. കൂട്ടിരിപ്പുകാരിയായ കുമരകം ചീപ്പുങ്കൽ സ്വദേശി കൊച്ചുമോൾ ഷിബുവിന്റെ കാലിലേക്കാണ് വീണത്. ടോബി ജോൺസൺ വച്ചിരുന്നു. ടോബി, അത് വീണ കൊച്ചുമോൾ ഷിബുവിന് എന്തെങ്കിലും ആരോഗ്യ പരിക്കുണ്ടോ? അശ്വിനി, ഇന്നലെ ഏകദേശം രാത്രിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഈ കൂട്ടിരിപ്പിന് വേണ്ടി വന്നതാണ് ഈ കൊച്ചുമോളുടെ കാലിലേക്കാണ് ഈ കോൺക്രീറ്റിന്റെ ഒരു പാളി അടർന്നു വീണത്. ഉടൻ തന്നെ ഇവരെ കാഷ്വാലിറ്റിയിലേക്ക് മാറ്റി പരിശോധനകൾ നടത്തി. കാര്യമായിട്ട് ഒരു പ്രശ്നവുമില്ല, അവരിപ്പോൾ ആശുപത്രിയിൽ തന്നെ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവരോട് സംസാരിച്ചു, അവർക്ക് മറ്റ് ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും ഇതൊരു ആശങ്കപ്പെടുത്തുന്ന കാര്യം തന്നെയാണ്. നമുക്കറിയാവുന്നതുപോലെ ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് അവിടുത്തെ ബാത്റൂം ബിൽഡിംഗ് ഇടിഞ്ഞു വീണ ഒരാൾ മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ആ കെട്ടിടത്തിന് സമീപത്തായിട്ടുള്ള കെട്ടിടത്തിൽ തന്നെയാണ് ഈ സംഭവം ഉണ്ടായത് എന്നുള്ളതാണ് ഒരു ആശങ്കപ്പെടുത്തുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ മെഡിക്കൽ കോളേജ് അധികൃതർ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഹാഷ്മി, അല്ല ടോബി, ഇത് കാലിൽ വീണത് ഭാഗ്യം. തലയിലൊക്കെയാണ് വീഴുന്നതെങ്കിൽ അത് അപകടം ഉണ്ടാവുമല്ലോ. ഇപ്പം ഇങ്ങനെ പൊളിഞ്ഞു നിൽക്കുന്ന കോൺക്രീറ്റ് പാളി, ഇതിന്റെ ബാക്കി ഭാഗം കൂടെ ഇടിയില്ല എന്ന് ആർക്കും ഉറപ്പ് പറയാൻ പറ്റില്ലല്ലോ. നേരത്തെ ടോബി തന്നെ പറയുന്നു, ഇടിഞ്ഞു വീണ കെട്ടിടത്തിന് ചേർന്നുള്ള അല്ലെങ്കിൽ അതിനടുത്തുള്ള സമീപ പ്രദേശങ്ങൾ ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുമ്പോഴൊക്കെ അങ്ങേറ്റം പരിതാപകരമായി നിൽക്കുന്ന കെട്ടിടമാണെന്ന് തോന്നുന്നു ഇത്. അപ്പോൾ ഇനിയോ അവിടെ രോഗികളുണ്ടോ ടോബി? അവരെ മാറ്റിയോ? ഇത് രോഗികൾ കിടക്കുന്ന ആ ഒരു ഭാഗത്തല്ല, വരാന്തയോട് ചേർന്നുള്ളൊരു സ്ഥലത്താണ് ഈ സംഭവം ഉണ്ടായതെന്നാണ്. അങ്ങനെ ഒരു ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം അവിടെ ഇല്ല എന്നാണ് അധികൃതർ അറിയിക്കുന്നത്. എന്നിരുന്നാൽ പോലും നിരവധി ആളുകൾ വന്നു പോകുന്ന സ്ഥലമാണ്, കൂട്ടിരിപ്പുകാരുള്ള സ്ഥലമാണ്. അതുപോലെ തന്നെ വരാന്ത ആയതുകൊണ്ട് തന്നെ നിരവധി ആളുകൾ സഞ്ചരിക്കുന്ന സ്ഥലമാണ്. കോൺക്രീറ്റുമല്ല, ഈ പെയിന്റ് അടിച്ചതിന്റെ ഭാഗമായിട്ടുള്ളൊരു ചെറിയൊരു പാളി മാത്രമാണ് അടർന്നു വീണതെന്നാണ് പറയുന്നത്. അക്കാര്യത്തിൽ ഒരു അന്വേഷണം എന്തായാലും വേണ്ടതാണ്. ഈ കെട്ടിടത്തിന്റെ ബലക്ഷയം എങ്ങനെയാണ് എന്നത് സംബന്ധിച്ചുള്ളൊരു അന്വേഷണവും കൂടി വേണ്ടതാണ്. കാരണം നിരവധി രോഗികൾ കിടക്കുന്ന അല്ലെങ്കിൽ ഒരു ഐസിയുവിന് സമീപത്തായിട്ടാണ് ഈ സംഭവം നടന്നത്. അങ്ങനെയാണെങ്കിൽ കൂടുതൽ ഗൗരവത്തോടെ ഒരു പരിശോധനയൊക്കെ നടത്തി ആ കെട്ടിടത്തിന്റെ ഒരു ബലക്ഷമത എങ്ങനെയുണ്ട് എന്നതൊക്കെ പരിശോധിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. ഇതിനെ അങ്ങനെ തള്ളിക്കളയാനും സാധിക്കില്ല. മുൻപ് ആ ബാത്റൂം കെട്ടിടം ഇടിഞ്ഞു വീണ ആ ബിൽഡിങ്ങിലും സമാനമായ രീതിയിൽ നമ്മൾ അന്ന് അതിനകത്ത് കയറിയപ്പോൾ കണ്ടതാണ്. അവിടെ ഈ കോൺക്രീറ്റ് പാളികളൊക്കെ അടർന്ന് വീണ് കിടക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അതിന് സമാനമായ രീതിയിലുള്ള ഒരു സംഭവമാണ് ഇപ്പോഴും ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ വിശദമായിട്ടുള്ളൊരു പരിശോധന ആവശ്യമാണ്. എങ്കിൽ മാത്രമേ അവിടെ രോഗികൾക്ക് ആശങ്കയില്ലാതെ രോഗികളുടെ കൂട്ടിരിപ്പുകാർക്കുമൊക്കെ നിൽക്കാൻ സാധിക്കുകയുള്ളൂ. ആശ്വി, ടോബിയാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ആ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുകയാണ്. അത് അത്രത്തോളം പൊളിഞ്ഞു വീണെങ്കിൽ ഈ പറയുന്ന രീതിയിൽ അതിന്റെ ബാക്കിയോടെ ഇടിഞ്ഞ് താഴേക്ക് വീഴില്ല എന്നാർക്കാണ് പറയാൻ പറ്റുക? അത് കോൺക്രീറ്റ് അല്ല എന്ന് പറഞ്ഞാലും അത് ഈ പറയുന്ന ആ പീസ് തലയിലൊക്കെ വീണ് കഴിഞ്ഞാൽ പരിക്കുണ്ടാവില്ലേ? അപ്പോൾ അത് പരിശോധിക്കട്ടെ. അതിന് താഴെ എന്താണ് രോഗികളും കൂട്ടിരിപ്പനും വരുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ ഒഴിവാക്കട്ടെ. എന്താണ് ആവശ്യമുള്ള മെയിൻ്റനൻസ് ചെയ്യാൻ എത്രയും പെട്ടെന്ന് ചെയ്യട്ടെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.